നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ഇലക്ഷൻ കാലഘട്ടത്തിൽ കാണുവാനായി പോകുന്നത്. ഇത്തവണ അത്തരത്തിലുള്ള ഒരു തന്ത്രങ്ങളും വിലപ്പോകില്ല എന്നുള്ള മുന്നറിയിപ്പോടുകൂടി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായിട്ടുള്ള തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വോട്ടെടുപ്പ് നടക്കുന്നത് 7 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. ഈ 7 ഫേസുകളിലൂടെ കൃത്യമായ വോട്ടിംഗ് പ്രക്രിയ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും പണം ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ തുടക്കത്തിൽ തന്നെ ചെറുക്കുമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിടത്തു നിന്നും 3400 കോടി രൂപ പിടിച്ചെടുത്തതായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1ഉം 2ഉം തുകയല്ല, ഇത്രയധികം തുകയിലൂടെയാണ് തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനായി പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമം നടത്തുന്നത്. ഇനി അങ്ങനെയുള്ള നീക്കങ്ങൾ അനുവദിക്കില്ല എന്നും അതിന് അറുതി വരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഈ ശ്രമങ്ങളെ ശക്തമായി തന്നെ ചെറുക്കും. എയർപോർട്ടുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന കർശനമാക്കും. ഓൺലൈൻ പണമിടപാടുകൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. കൂടാതെ വ്യാജ വാർത്തകൾ, ഇതുതന്നെയാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. അതിന് കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പൂട്ടിടും. കൂടാതെ കുട്ടികളെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനായി പോകുന്നത്. ജൂൺ 4-ാം തീയതി തന്നെ ഫലമറിയാനും സാധിക്കും. കേരളത്തിൽ ഒന്നിലധികം ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യമില്ല. ഒറ്റഘട്ടമായി തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ന് വിജ്ഞാൻ ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി ചുമതലയേറ്റെടുത്ത കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും ഇത് വലിയൊരു വിജയമാക്കി മാറ്റണമെന്നുമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനം എന്നതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാത്തരം ഒരുക്കങ്ങൾക്കും പൂർണ്ണ സജ്ജമാണ്. എല്ലാം തന്നെ നേരിട്ട് കണ്ട് വിലയിരുത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പുതിയ കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും രാജീവ് കുമാറാണ് പരിചയപ്പെടുത്തിയത്. നിലവിൽ 26 സംസ്ഥാനങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. ഇത് പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് തന്നെ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്. തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് ഏപ്രിൽ 19-ാം തീയതി ആയിരിക്കും. ഈ 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ ജൂൺ 4 തന്നെ നടന്നിരിക്കും. സിക്കിമിൽ ഏപ്രിൽ 19-നും ഒഡീഷയിൽ, അരുണാചലിൽ, ആന്ധ്രയിലൊക്കെ മെയ് 13-നുമൊക്കെയായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒഡീഷയിൽ 2 ഘട്ടമായി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പൂർണ്ണമായൊരു ചിത്രം പറയുകയാണെങ്കിൽ 1-ാം ഘട്ടം ഏപ്രിൽ 19-ന്, ഏപ്രിൽ 26-ന് 2-ാം ഘട്ടം. അപ്പോൾ തന്നെ ആയിരിക്കും കേരളത്തിലും തിരഞ്ഞെടുപ്പ് എടുക്കുന്നത്. മെയ് 7-ാം തീയതി 3-ാം ഘട്ടവും, 4-ാം ഘട്ടം മെയ് 13-നും, 5-ാം ഘട്ടം മെയ് 20-നും, 6-ാം ഘട്ടം മെയ് 25-നും, ഒടുവിലത്തെ 7-ാമത്തെ ഘട്ടം ജൂൺ 1-ാം തീയതിയുമാണ്. 4-ാം തീയതി വോട്ടെണ്ണലും. 97 കോടി വോട്ടർമാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിൽ 1.8 കോടി കന്നി വോട്ടർമാരുണ്ട്. അതിൽ 85 ലക്ഷം പെൺ വോട്ടർമാരാണ്. 49.7 കോടി പുരുഷ വോട്ടർമാരുണ്ട്. 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്ത് സജ്ജീകരിക്കുന്നത്. KYC ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളൊക്കെ ഏവർക്കും അറിയാൻ കഴിയുന്നതാണ്. 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. വോട്ട് ഫ്രം ഹോം എന്നൊരു സൗകര്യം കൂടി 40%-ലധികം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഒരുക്കി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത്. 26 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇക്കാര്യങ്ങളും കൊണ്ടുപോവുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് അത് വളരെ ലഘൂകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് ജൂൺ 16-നാണ്. പ്രഖ്യാപനം നടത്തി 60 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട്. ബൂത്തുകളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത്. കേന്ദ്രസേനയെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കും. അതിർത്തികളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇനി ഉണ്ടാക്കും. ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുരോഗമിക്കുന്നുണ്ട്. പലയിടത്തും സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 543 ലോക്സഭാ സീറ്റുകളിലേക്കായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP 257 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള പലവിധ അക്രമ സംഭവങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. മാവോയിസ്റ്റ് സേനകളുമായോ വിമത സേനകളുമായോ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത്, വോട്ടിംഗ് തീയതികൾ, പോളിംഗ് ഘട്ടങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ പ്രഖ്യാപിക്കാൻ 24 മണിക്കൂർ വാർത്താ സമ്മേളനത്തിന് ഇതാദ്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് തന്നെ നൽകിയിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ പ്രഖ്യാപനത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.